ആക്ച്വലി സൂപ്പറായിട്ട് പണ്ട് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്ത ഒരു ഡയറക്ടറാണ്. റോൺ എന്നാണ് പേര്. പുള്ളിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു അതിൽ. ശരിക്കും ഒരു ക്രൈമാണോ പടം പറയുന്നത്, അതോ ജസ്റ്റ് ക്രൈം തന്നെയാണ്. ക്രൈം സീരീസ് അത് നല്ല ഇമോഷണൽ ഓരോ ക്യാരക്ടേഴ്സും നല്ല ഇമോഷണലായിട്ട് കൊണ്ടുപോയി. നല്ല എൻഡിങ്ങുമാണ്, പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ്ങും കൂടെയാണ്. വലിയ ട്വിസ്റ്റ് അങ്ങനെയൊന്നുമില്ല, എന്നാലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്തൊരു ഹൈപ്പ് അല്ലെങ്കിൽ എന്തൊരു പ്രതീക്ഷയിലാണ് പോയത്? ശരിക്കും ഇതിന് മുമ്പ് എന്തെങ്കിലും പാർട്ട് വല്ലതും ഡോക്യുമെൻ്ററീസിലുള്ള മേക്കിംഗ് തന്നെയാണ് പുള്ളിയുടെ. ആ മേക്കിംഗ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഹൈപ്പ്. അല്ലാതെ പിന്നെ പ്ലസ് ആഡഡ് വാല്യൂ എന്ന് പറയുന്നത് അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈലായിട്ടുള്ള ആക്ടേഴ്സ് എല്ലാം നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ കറക്റ്റായിട്ടുള്ള റോൾസ് എല്ലാം നല്ലോണം ചെയ്തിട്ടുണ്ട്. മൂവിയായിട്ട് വരുമ്പോൾ എന്തെങ്കിലും പുതുമ മേക്കിങ്ങിൽ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ? ഫോട്ടോഗ്രാഫിയിലും സ്ക്രീൻ പ്ലേയും സെയിം ഡയറക്ടർ തന്നെയാണ്. അപ്പം ഫോട്ടോഗ്രാഫിയിലും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ പ്ലേ സൂപ്പറായിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ ഇമോഷണലെല്ലാം കണക്റ്റും. അതിൻ്റെ പണ്ടത്തെ നമ്മൾ സ്റ്റീവ് മെക്യൂൻ്റെയൊക്കെ നല്ല ചേസസ് ഒക്കെ ഉണ്ടാവില്ലേ, ചേസസൊക്കെ നല്ല രീതിയിൽ മെട്രിക്സിലൊക്കെ ഉള്ള പോലെയുള്ള നല്ല ചേസസ് ആയിരുന്നു. ഓവറോൾ അടിപൊളി മൂവി. കൊള്ളായിരുന്നു ബ്രോ, നല്ലൊരു പടമായിരുന്നു ബ്രോ. അത്യാവശ്യം നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. നല്ലൊരു ത്രില്ലിങ്ങും കാര്യങ്ങളും, അത്യാവശ്യം നല്ല എൻഗേജിങ്ങും നല്ല പടമായിരുന്നു. പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ അത്യാവശ്യം വർക്കായി. നല്ല എൻഗേജിങ് ആയിരുന്നു അവസാനം വരെ. ഒരു സ്ലോ പേസിൽ തുടങ്ങി അത്യാവശ്യം ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ പടം പോയി. ത്രില്ലിംഗ് ആയിരുന്നു ഓവറോൾ നോക്കുമ്പോൾ. എൻഡിങ് എങ്ങനെ വരും അല്ലെങ്കിൽ നമുക്ക് സിനിമ ഒരു ത്രില്ലിംഗ് മൂവി കണ്ടു തുടങ്ങുമ്പോൾ എൻഡിങ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് കാണുമല്ലോ. പക്ഷേ അത്യാവശ്യം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നല്ല മൂവിയായിരുന്നു, കൊള്ളാം. ക്രിസ് ഹെംസ്വർത്ത് ആണെങ്കിലും മാർക്ക് റഫലോ ആണെങ്കിലും എല്ലാവരും അടിപൊളി. നല്ല സിനിമയായിരുന്നു. അത്യാവശ്യം ഒരു ക്രൈം ത്രില്ലറാണ്, ഒരു ഹൈസ്റ്റാണ്. അപ്പം ഒരു റോബറി നടക്കുന്ന, സീരീസ് ഓഫ് റോബറീസ് നടക്കുന്ന ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ പോലെ ഒരു പരിപാടിയാണ്. കൊള്ളാം, വേറെ കോംബോയും കൊള്ളാം. ഒരു സിനിമയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ക്യാരക്ടേഴ്സ് ആയാലും ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള മാർക്ക് റഫലോയും ക്രിസ് ഹെംസ്വർത്തും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തോന്നത്തുള്ളൂ. ഒന്നും ഫ്രഷ് ഒന്നുമല്ല, ബട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കില്ല. നമുക്കൊരു ഓളത്തിന് ഇങ്ങനെ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. മസ്റ്റ് വാച്ച് ഒന്നും അല്ല, കുഴപ്പമില്ല.